നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ മെട്രിക്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം മെട്രിക്സ് ഈസ് ഓഫ് ദ ഫോം A equal to A11, A12, A13, etc. to A1n, A21, A22, A23, etc. to A2n, then etc. to AM1, AM2, AM3, etc. to AMN. Here there are m rows and n columns. So നമ്മൾ ഇതിന്റെ ഓർഡർ എങ്ങനെയാ പറയാ? m by n. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഒരു മെട്രിക്സ് എന്താണ്, അതിന്റെ എലമെന്റ്സ് നമുക്ക് എങ്ങനെ എഴുതാം. അതായത് നമ്മൾ എപ്പോഴും മെട്രിക്സിനെ ക്യാപിറ്റൽ ലെറ്റർ എ ആയിട്ട് എ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പം എ ഈക്വൽ ടു ദെൻ നമ്മൾ മെട്രിക്സിനുള്ളിൽ എഴുതുന്ന എലമെന്റ്സ്, അതിന്റെ എലമെന്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് A11, A12 അങ്ങനെയുള്ളതിനെ നമ്മൾ എലമെന്റ്സ് എന്നാണ് പറയുന്നത്. ഇനി നമുക്കറിയാം ഇവിടെ m റോയും n കോളംസും ഉണ്ട്. ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്നതിനെ നമ്മൾ റോ എന്നും വെർട്ടിക്കൽ ആയിട്ട് പറയുന്നത് നമ്മൾ കോളംസ് എന്നുമാണ് പറയുക. നമുക്കറിയാം ഇവിടെ m by n ആണ് ഇതിന്റെ ഓർഡർ. നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്താണെന്ന് പറയാനുണ്ടാവും. അപ്പൊ നമുക്കൊരു മെട്രിക്സ് തരാണ് A equal to 1, 2, 3, 3, 4, 5. ഈ ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്താണെന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് ഇതിൽ നോക്കിയാൽ അറിയാം. ഫസ്റ്റ് വൺ, ആകെ ഇതിൽ 2 റോയും ഉണ്ട്, 3 കോളംസും ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 2/3 എന്ന് പറയാം. 2 റോയും 3 കോളംസും. ഓക്കെ. നെക്സ്റ്റ് നമുക്കുള്ളത് ഒരു മെട്രിക്സിന്റെ ഫോം എങ്ങനെയായിരിക്കണം എന്നുള്ളത് തരും. അതിനനുസരിച്ച് നമ്മൾ മെട്രിക്സ് ഫോം ചെയ്ത് കൊടുക്കണം. അപ്പം അതിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്? കൺസ്ട്രക്ട് എ 2/2 മെട്രിക്സ് Aij equal to I plus j whole square by 2. ഒരു 2/2 മെട്രിക്സ് ആണ് നമ്മളോട് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന്റെ ഫോം എന്ന് പറയുന്നത് I plus j whole square by 2 എന്നാണ്. അപ്പൊ നമുക്കറിയാം 2/2 മെട്രിക്സ് ആവുന്ന സമയത്ത് നമ്മൾ ആദ്യം അതിന്റെ എലമെന്റ്സ് എഴുതാം. A11, A12, A21, A22. ഇതാണ് 2/2 മെട്രിക്സിന്റെ ഒരു ഫോം. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ A11, A12 അതെല്ലാം നമ്മൾ ഈ Aij സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ നോക്കാം, A11 ഈക്വൽ ടു I plus j ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ? 1 plus 1 ഹോൾ സ്ക്വയർ ബൈ 2. പറയാം 1 plus 1 2, അപ്പൊ 2 സ്ക്വയർ ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/2 ഈക്വൽ ടു 2. Then find A12. A12 equal to 1 plus 2 whole square by 2. That is equal to 1 plus 2 means 3. 3 square by 2. That is equal to 9/2. Then A21. A21 equal to 2 plus 1 by whole square by 2. That is equal to 2 plus 1 3. So 3 square by 2 equal to 9/2. Then A22 equal to 2 plus 2 whole square by 2. That is equal to 2 plus 2 4. So 4 square by 2. That is 16/2 equal to 8. നമുക്ക് ഇതിലെ എലമെന്റ്സ് കിട്ടി. നമ്മൾ നേരെ ഇവിടെ കൊടുക്കാം. A equal to 2, 9/2, 9/2, 8. അപ്പം ഇതാണ് നമ്മുടെ 2/2 മെട്രിക്സിന്റെ മെട്രിക്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് ഈ രണ്ട് മെട്രിക്സിനെ എങ്ങനെ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കാം. A equal to 2, 4, 3, 2. B equal to 1, 3, minus 2, 5. Then C equal to minus 2, 3, 1, 4. അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കണം. Then A minus B കണ്ടുപിടിക്കണം. തേർഡ് 2C minus A കണ്ടുപിടിക്കണം. ഇതാണ് നമുക്കുള്ള ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ നമ്മൾ A plus B കാണാം. A plus B എന്ന് പറയുമ്പോൾ രണ്ട് മെട്രിക്സ് നമ്മൾ ആഡ് ചെയ്യാനാണ്. അതായത് 2, 4, 3, 2 പ്ലസ് നെക്സ്റ്റ് മെട്രിക്സ് 1, 3, minus 2, 5. അപ്പം അഡീഷൻ ആണ്, നിങ്ങൾക്ക് അറിയാം ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യുക കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ. അപ്പം
2 plus 1, 3. 4 plus 3, 7. 3 plus minus 2, അതായത് 3 minus 2, that is 1. 2 plus 5, 7. നമുക്ക് എന്ത് കിട്ടി? A plus B കിട്ടി. Then A minus B. A minus B എന്ന് പറയുമ്പോൾ 2, 4, 3, 2 എന്ന മെട്രിക്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? 1, 3 minus 2, 5 സബ്സ്ട്രാക്ട് ചെയ്യണം. That is 2 minus 1, 1. 4 minus 3, 1. 3 minus minus 2. Minus of minus plus ആവും. അപ്പോൾ 3 plus 2, 5. Then 2 minus 5 minus. നമുക്ക് എന്ത് കിട്ടി? രണ്ട് മെട്രിക്സ് തമ്മിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്തു. Then ഇനി 2c minus a. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ 2 എന്നുള്ള നമ്പറിനെ കൊണ്ട് c എന്നുള്ള മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഫസ്റ്റ് നമുക്ക് അത് ചെയ്യാം. 2 into minus 2, 3, 1, 4 minus a. എന്ന് പറഞ്ഞാൽ 2, 4, 3, 2. That is equal to. ഫസ്റ്റ് ഞാൻ പറഞ്ഞു നമ്മൾ ഈ 2 എന്നുള്ള മെട്രിക്സ് ഈ 2 എന്നുള്ള നമ്പർ കൊണ്ട് ആ ഒരു മെട്രിക്സിനെ c എന്നുള്ള മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2 into minus 2 minus 4. 2 into 3, 6. 2 into 1, 2. 2 into 4, 8. ഇനി ഈ മെട്രിക്സിൽ നിന്ന് നമ്മൾ a എന്നുള്ള മെട്രിക്സിനെ മൈനസ് ചെയ്യണം. അതായത് 2, 4, 3, 2. That is equal to minus 4 minus 2. രണ്ട് നമ്പേഴ്സ് നെഗറ്റീവ്സ് ആണ്. സോ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സിമ്പിൾ സൈൻ ഇടാം. അപ്പോൾ minus 6. 6 minus 4, 2. 2 minus 3, minus 1. 8 minus 2, 6. ഇങ്ങനെയാണ് ഒരു മെട്രിക്സിനെ വേറൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം നമ്മൾ അതിനെ സബ്സ്ട്രാക്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് രണ്ട് നമ്പേഴ്സ് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യാനാണ്. ഇവിടെ നോക്കാം. a equal to 2, 4, 3, 2. b equal to 1, 3, minus 2, 5. ഇതാണ് രണ്ട് മെട്രിക്സ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ ബി കണ്ടുപിടിക്കാനാണ്. എ ബി എങ്ങനെയാ കണ്ടുപിടിക്കാം? ആദ്യത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് റോനെ കൊണ്ട് രണ്ടാമത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് എങ്ങനെ വരും നോക്കാം. 2 into 1, 2 plus 4 into minus 2, minus 8. അപ്പൊ അവിടെ ഉള്ള കോളം നമ്മൾ റോനെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ദെൻ ആ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും മൾട്ടിപ്ലൈ ചെയ്യാം. Then 2 into 3, 6 plus 4 into 5, 20. നെക്സ്റ്റ് റോയും ഫസ്റ്റ് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 1, 3 plus 2 into minus 2, minus 4. Then 3 into 3, 9 plus 2 into 5, 10. Then add ചെയ്യാം. അപ്പോൾ 2 minus plus into minus minus ആവും. 2 minus 8, minus 6. 6 plus 20, 26. 3 പ്ലസ് ഇൻറ്റു മൈനസ് ആണ്. അപ്പോൾ അവിടെയും മൈനസ് ആവും. 3 minus 4, minus 1. 9 plus 10, 19. ദെൻ ഇങ്ങനെയാണ് രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഒരു ഇക്വേഷന് സോൾവ് ചെയ്യാനാണ്. നോക്കാം. If x plus y equal to 7025, x minus y equal to 3003. Then find x and y. Find and y. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കാം, ഇവിടെ രണ്ട് ഇക്വേഷൻസ് ആണുള്ളത്. അപ്പൊ സാധാരണ നമ്മൾ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്നുകൂടി എടുത്തെഴുതാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 7025. Then x minus y equal to 3003. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം രണ്ട് ഇക്വേഷനും ആഡ് ചെയ്താലും അത് സോൾവ് ആയി പോകും, മൈനസ് ചെയ്താലും പോകും. ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കുക. ആഡ് ചെയ്യുന്ന സമയത്ത് എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് വൈയും മൈനസ് വൈയും ക്യാൻസൽ ആയി പോകും. ദെൻ ഈക്വൽ ടു, ഇനി മെട്രിക്സ് തമ്മിൽ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ആഡ് ചെയ്യാം. 7 plus 3, 10. 0 plus 0, 0. 2 plus 0, 2. 5 plus 3, 8. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 2x ആണ്. ദെൻ ഫൈൻഡ് എക്സ്. അപ്പോൾ x is equal to, നമുക്കറിയാം ഇൻറ്റു 2 ആണ്. അപ്പൊ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് അത് ഡിവിഷൻ ആവും. അതായത് 1/2 into 10, 0, 2, 8 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 10/2, 5. 0/2, 0. 2/2, 1. 8/2, 4.
അപ്പൊ നമുക്ക് ഇവിടെ എക്സ് കിട്ടി. എക്സ് ഇസ് ഈക്വൽ ടു 5014 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് വൈന്റെ വാല്യൂ കണ്ടെത്തണം. സോ നമ്മൾ വൈന്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു, എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് എന്താ? 5014. ഈ 5014 ഏത് ഇക്വേഷനിൽ, അതായത് ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 7025 കൊടുക്കാം. ഇൻ ഇക്വേഷൻ നമ്പർ വേണമെങ്കിൽ 1 കൊടുക്കാം. ഇൻ ഇക്വേഷൻ നമ്പർ 1. സോ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 7025 എന്നായിരുന്നു നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ എക്സിന്റെ വാല്യൂ കൊടുക്കുക. അതായത് 5014 ഈക്വൽ ടു പ്ലസ് വൈ ഈക്വൽ ടു 7025. ദെൻ വൈ ഇസ് ഈക്വൽ ടു 025 ഇവിടെ ഉണ്ട്. നമ്മള് എക്സിന്റെ വാല്യൂ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് അത് പ്ലസ് ഉള്ളത് മൈനസ് ആവും. -5014 എന്നാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ കണ്ടുപിടിക്കാൻ നമുക്കറിയാം, തന്നിരിക്കുന്ന മെട്രിക്സിൽ നിന്നും ഈ എക്സ് ഇപ്പൊ കിട്ടിയ എക്സ് മൈനസ് ചെയ്യാം. സോ 7 - 5 2, 0 - 0 0, 2 - 1 1, 5 - 4 1. ദെൻ നമുക്ക് കിട്ടി എക്സിന്റെയും വൈന്റെയും വാല്യൂസ് കിട്ടി. ഇനിയുള്ളത് നമുക്ക് രണ്ട് ഇക്വേഷൻസ്, അതായത് ഇപ്പൊ നമ്മൾ എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും ആണ് ചെയ്തത്. അപ്പൊ നമ്മൾ ഒന്നെങ്കിൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സും വൈയും കിട്ടുമെന്ന് മനസ്സിലായി. ഇപ്പൊ നമുക്കുള്ളത് രണ്ട് ഇക്വേഷൻസ് ആണ്. അതായത് ശ്രദ്ധിക്കുക, 2x പ്ലസ് 3y ഈക്വൽ ടു 2340 and 3x plus 2y. 3x plus 2y equal to 2 minus 2 minus 1 5. Then find x and y. Find x and y. ഇങ്ങനെ ഒരു ഇക്വേഷൻ തരുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ എക്സിന്റെ കോഎഫിഷ്യൻസ് സെയിം അല്ല. അതായത് ഫസ്റ്റ് ഇക്വേഷനിൽ 2 ആണ് എക്സിന്റെ കോഎഫിഷ്യൻ, സെക്കൻഡ് ഇക്വേഷനിൽ 3 ആണ്. അപ്പൊ ഇത് തമ്മിൽ ഈക്വൽ അല്ല. ഇനി വൈന്റെ ഇക്വേഷൻ നോക്കുകയാണെങ്കിലും വൈന്റെ കോഎഫിഷ്യന്റ് ഫസ്റ്റ് ഇക്വേഷനിൽ 3 ആണ്, സെക്കൻഡ് ഇക്വേഷനിൽ 2 ആണ്. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഏതെങ്കിലും ഒരു ഇക്വേഷൻ, അതായത് എക്സിന്റെയോ വൈന്റെയോ കോഎഫിഷ്യൻസ് നമ്മൾ സെയിം ആക്കണം, ഈക്വൽ ആക്കണം. ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒന്നാമത്തെ ഇക്വേഷനിൽ എക്സിന്റെ കോഎഫിഷ്യൻ 2 ആണ്. രണ്ടാമത്തെ ഇക്വേഷനിൽ ഇത് നമുക്ക് പേര് കൊടുക്കാം. ഒന്നാമത്തെ ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് 3 ആണ്. അപ്പൊ ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. വിച്ച് ഇംപ്ലൈസ് ഈ മൊത്തം ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പം 2 × 3 6x പ്ലസ് ഇനി 3 × 3 9, 9y ഈക്വൽ ടു ഈ മെട്രിക്സിനും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 3 × 2 6, 3 × 3 9, 3 × 4 12, 3 × 0 0 എന്ന് കിട്ടും. ഇതിനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. ഇപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ 6x പ്ലസ് 9y ഈക്വൽ ടു നമുക്കൊരു മെട്രിക്സ് കിട്ടി. അതേപോലെ ഇനി സെക്കൻഡ് ഇക്വേഷനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഈ ഇക്വേഷൻ മൊത്തം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 2 × 3 6x പ്ലസ് 2 × 2 4y ഈക്വൽ ടു മെട്രിക്സ് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2 × 2 4, 2 × -2 -4, 2 × -1 -2, 2 × 5 10. ദെൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്താലാണ് ഈ മെട്രിക്സ് സോൾവ് ആയി പോവാൻ നോക്കും. നമുക്കറിയാം 6x ന്ന് 6x മൈനസ് ചെയ്താലാണ് ഈ ഒരു ഇക്വേഷനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ പോവാണ്, അതിനും സബ്ട്രാക്ട് ചെയ്യാം. സോ 6x ഉം 6x ഉം ക്യാൻസൽ ആയി പോകും. 9y - 4y എന്ന് പറയുമ്പോൾ 5y ഈക്വൽ ടു ദെൻ ഈ മെട്രിക്സുകൾ തമ്മിൽ നമ്മൾ മൈനസ് ചെയ്യാം. അപ്പം 6 - 4 2, 9 - -4 അതായത് 9 + 4 എന്നാവും 13, 12 -2 അപ്പോൾ 14 എന്നാവും. 0 - 10 -10. സോ y ഈക്വൽ ടു ഈ ഇൻറ്റു 5 ഇവിടെ പോകുമ്പോൾ നമുക്കറിയാം 1/5. 1/5 ഇൻറ്റു 2 13, 14 -10 ഇങ്ങനെ കിട്ടും. അപ്പോൾ വൈന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഈ വൈന്റെ വാല്യൂ നമ്മൾ എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇവിടെ നോക്കുക, പുട്ട് y is equal to 1/5 in
1/5 into 2, 13, 14 minus 10 in equation number 1. ഇവിടെ ശ്രദ്ധിക്കുക, ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുന്ന സമയത്ത് 2x plus 3y equal to 2, 3, 4, 0 എന്നാണ്. അപ്പൊ 2 into x plus 3 into y ന്റെ വാല്യൂ 3 into 1/5 into 2, 13, 14 minus 10 equal to നമുക്ക് അവിടെ തന്നിട്ടുണ്ട് 2, 3, 4, 0. Then 2x plus 3/5 into 2, 13, 14 minus 10 equal to 2, 3, 4, 0 എന്നാണ്. നമ്മൾ എന്ത് ചെയ്യാം, ഈ 2x കാണുന്ന സമയത്ത് 2, 3, 4, 0 നമുക്ക് ഓൾറെഡി ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിലുണ്ട്, റൈറ്റ് സൈഡിലുണ്ട്. അതിന്റെ അടുത്തേക്ക് നമ്മൾ ഇത് പോകുമ്പോൾ എന്താവും, -3/5 into 2, 13, 14 minus 10 എന്ന് കിട്ടും. ദെൻ ഇതിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് x is equal to -1/5 into -2, 12, 11, 15 എന്ന് കിട്ടും. അപ്പം ആദ്യം നമുക്കറിയാം ഇതിനെ സോൾവ് ചെയ്യുക, അതിനുശേഷം ഇൻറ്റു 2 ആണ്, ഡിവൈഡ് ബൈ 2 കൊടുക്കുക. സമയത്ത് നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും, വൈന്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുവച്ചതുമാണ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇക്വേഷനെ സോൾവ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ, ഫൈൻഡ് a² - 5a + 6i if a equal to, നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട് 2, 0, 1, 2, 1, 3, 1, -1, 0. ഫസ്റ്റ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം a² കണ്ടുപിടിക്കണം അല്ലെ. അതിന് വേണ്ടിയിട്ട് a² എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഒരിക്കലും ഇതിന്റെ സ്ക്വയർ എടുത്ത് എഴുതാൻ പാടില്ല. നമ്മൾ a² എന്ന് പറഞ്ഞാൽ a into a എന്നുള്ള മെട്രിക്സിനെ വീണ്ടും a എന്നുള്ള മെട്രിക്സോട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 2, 0, 1, 2, 1, 3, 1, -1, 0 into 2, 0, 1, 2, 1, 3, 1, -1, 0. നമ്മൾ നേരത്തെ മെട്രിക്സ് മൾട്ടിപ്പിൾ ചെയ്ത പോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം, ദെൻ ഫസ്റ്റ് റോ, സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ, തേർഡ് കോളം, അങ്ങനെ നോക്കാം. 2 into 2, 4 plus 0 into 2, 0 plus 1 into 1, 1. Then next കോളം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 0, 0 plus 0 into 1, 0 plus 1 into -1, -1. Then 2 into 1, 2 plus 0 into 3, 0 plus 1 into 0, 0. Then 2 into 2, 4 plus 1 into 2, 2 plus 3 into 1, 3. 2 into 0, 0 plus 1 into 1, 1 plus 3 into -1, -3. Then 2 into 1, 2 plus 1 into 3, 3 plus 3 into 0, 0. Then 1 into 2, 2 plus -1 into 2, -2 plus 0 into 1, 0. 1 into 0, 0 plus -1 into 1, -1 plus 0 into -1, 0. 1 into 1, 1 plus -1 into 3, -3 plus 0 into 0, 0. Then നമ്മൾ ഇതിന്റെ ആൻസേഴ്സ് എടുത്ത് എഴുതാം. 4 plus 1, 5. Then 0 plus -1, -1. 2 plus 0 plus 0, 2. 4 plus 2 plus 3, 9. 1 plus -3, -2. 2 plus 3, 5. 2 minus 2, 0. 0 minus 1, -1. 1 plus -3, -2. അപ്പൊ നമുക്ക് a² കിട്ടി. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കാണേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് -5a എന്ന് പറയുമ്പോൾ 5 എന്നുള്ള നമ്പറിനെ കൊണ്ട് a എന്നുള്ള മെട്രിക്സിനെ മൾട്ടിപ്പിൾ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് നോക്കാം. Then a² - 5a plus 6i equal to, നമുക്ക് കിട്ടിയ a² ന്റെ വാല്യൂ എടുക്കാം. 5 minus 1, 2, 9 minus 2, 5, 0 minus 1, -2, minus 5 into a എന്നുള്ള മെട്രിക്സ് എന്താന്ന് വെച്ചാൽ കൊടുക്കുക. 2, 0, 1, 2, 1, 3, 1, -1, 0.
പ്ലസ് 6i. 6i എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നോക്കേണ്ടത് i എന്ന് പറഞ്ഞ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഇവിടെ 2/2 ആണ് നമ്മൾ മെട്രിക്സ് എടുക്കുന്നതെങ്കിൽ നമുക്ക് i2 അതായത് 1001 എന്നുള്ള വാല്യൂ ആണ് എടുക്കുക. ഇത് i3 ആണ്, അതായത് 3/3 മെട്രിക്സ് ആണ്. സോ നമ്മൾ എടുക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് മെട്രിക്സ് എന്ന് പറയുന്നത് 1000101. നെക്സ്റ്റ് നമ്മൾ നോക്കാം 5 മൈനസ്, അതായത് ഇവിടെ 5 ഇൻറ്റു ഈ മെട്രിക്സ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 5 മൈനസ് 1 2 9 മൈനസ് 2 5 0 മൈനസ് 1 മൈനസ് 2 മൈനസ് ഈ 5 എന്നുള്ള നമ്പറിനെ കൊണ്ട് സെക്കൻഡ് മെട്രിക്സിനെ മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 5 ഇൻറ്റു 2 10 5 ഇൻറ്റു 0 0 5 ഇൻറ്റു 1 5 5 ഇൻറ്റു 2 10 5 ഇൻറ്റു 1 5 5 ഇൻറ്റു 3 15 5 into 1 5 5 into minus 1 minus 5 5 into 0 0 plus 6 എന്നുള്ള നമ്പറിനെ ഐഡന്റിറ്റി മെട്രിക്സ് ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്യുന്ന സമയത്ത് 6 0 0 0 6 0 0 6 0 0 0 6 എന്ന് കിട്ടും. നമ്മൾ ഈ ഇതിനെല്ലാം കൂടി ആഡ് ചെയ്യാം. നോക്കാം. അപ്പം 5 minus 10 minus 5 minus 5 plus 6 1. Then minus 1 minus 0 minus 1. Minus 1 plus 0 minus 1. Then 2 minus 5 minus 3 minus 3 plus 0 minus 3. 9 minus 10 minus 1 minus 1 plus 0 minus 1. Then minus 2 minus 7 5 minus 7 കിട്ടും. minus 7 plus 6 minus 1. Then 5 minus 15 minus 10 minus 10 plus 0 minus 10. ഇതേപോലെ അടുത്ത റോയും കൂടി ചെയ്യുമ്പോൾ നമുക്ക് minus 5 4 4 എന്ന് കിട്ടും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ a സ്ക്വയർ മൈനസ് 5a പ്ലസ് 6 അങ്ങനെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ സോൾവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതേപോലെ a ക്യൂബ് എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. അപ്പം a ക്യൂബ് ചോദിക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ a സ്ക്വയർ കണ്ടുപിടിക്കുക. അതിനുശേഷം ആ a സ്ക്വയർ എന്നുള്ള മെട്രിക്സിനെ വീണ്ടും ഒരു മെട്രിക്സ് a എന്നുള്ള ഒരു മെട്രിക്സ് കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ആ സമയത്താണ് നമുക്ക് a ക്യൂബ് കിട്ടുക. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഇതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് if a equal to 1 minus 4 3 1 minus 4 3 b equal to minus 1 2 1. Then find AB whole transpose equal to B transpose A transpose. ഇത് ശ്രദ്ധിക്കണം, ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം AB whole transpose എന്നുള്ളത് കുട്ടികൾ എപ്പോഴും A transpose into B transpose എഴുതും. ആ സമയത്ത് അത് റോങ് ആണ്. എപ്പോഴും ശ്രദ്ധിക്കുക, AB whole transpose എന്ന് വരുന്ന സമയത്ത് അത് B transpose into A transpose ആണ്. ഓക്കെ, ഫസ്റ്റ് നമുക്കറിയാം ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ, റോയും കോളും ഇന്റർചേഞ്ച് എഴുതുക, ഇന്റർചേഞ്ച് ചെയ്തിട്ട് എഴുതുക. ഇതിനെയാണ് നമ്മൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അപ്പോൾ എ ബി ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്ന സമയത്ത് ആദ്യം ഇവിടെ എന്ത് ചെയ്യണം, എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് എ ബി കിട്ടിയതിന് ശേഷം അതിന് നമ്മൾ എന്ത് ചെയ്യാം, റോയും കോളും ഇന്റർചേഞ്ച് ചെയ്തിട്ട് എഴുതാം. ഇവിടെ നോക്കുക, ആദ്യം നമുക്ക് എ ബി കണ്ടുപിടിക്കാം. എ ബി ഈക്വൽ ടു 1 minus 4 3 into minus 1 2 1. അപ്പൊ നമ്മൾ ഈ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് -1 2 1 4 minus 8 minus 4 minus 3 6 3 എന്ന് കിട്ടും. അപ്പം എ ബി മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് നമുക്ക് മെട്രിക്സ് കിട്ടി. ഇതാണ് നമ്മളെ LHS. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, എ ബിന്റെ ഹോൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. എ ബി ഹോൾ ട്രാൻസ്പോസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, കിട്ടിയ എ ബി എന്നുള്ള മെട്രിക്സിനെ നമ്മൾ റോയും കോളും ഇന്റർചേഞ്ച് ചെയ്ത് എഴുതാം. അതായത് -1 2 1 എന്നുള്ള റോ ആണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ കോൾ ആയിട്ട് എഴുതാം അതിനെ. അപ്പൊ -1 2 1 4 minus 8 minus 4 minus 3 6 3. ഇതാണ് എ ബി ഹോൾ ട്രാൻസ്പോസ്. നെക്സ്റ്റ് നമ്മൾ ബി ട്രാൻസ്പോസും എ ട്രാൻസ്പോസും കണ്ടുപിടിക്കണം. നോക്കുക, ബി ട്രാൻസ്പോസും എ ട്രാൻസ്പോസും കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ എയും ബിയും തന്നിട്ടുണ്ട്, നമ്മൾ അതിനെ ട്രാൻസ്പോസ് എടുത്തിട്ട് ഇവിടേക്ക് എഴുതാം. അപ്പൊ ബി ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ -1 2 1 നമുക്ക് അവിടെ റോ ആയിട്ടാണ് തന്നിരിക്കുന്നത്, നമ്മൾ അതിനെ കോൾ ആയിട്ട് എഴുതാം. അതായത് -1 2 1. ഇനി എ ട്രാൻസ്പോസ് അത് 1 -4 3 എന്നുള്ളത് കോൾ ആയിട്ടാണ് തന്നിരിക്കുന്നത്, കോൾ ആയിട്ടാണ് തന്നിരിക്കുന്നത്. നമ്മൾ അതിനെ റോ ആയിട്ട് എഴുതാം. അതായത്
1 minus 4 3. ഇനി ഇവ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസും മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് നമുക്ക് -1 4 -3 2 -8 6 1 -4 3 എന്ന് കിട്ടും. അപ്പൊ നോക്കുക ഇവിടെ എ ബി ഹോൾ ട്രാൻസ്പോസ് കിട്ടിയതും -1 4 -3 2 -8 6 1 -4 3 ആണ്. അത് തന്നെയാണ് നമുക്ക് ഇപ്പൊ എന്ത് കിട്ടിയതും ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയതും. Therefore AB whole transpose equal to B transpose into A transpose എന്ന് പറയാം. Okay. Next question. Express the following matrix as a sum of symmetric and skew symmetric matrix. Question ഇതാണ് A equal to 3 5 1 -1. A എന്നുള്ള മെട്രിക്സിനെ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് ഫോമിന്റെ സം ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റണം. നമുക്കറിയാം സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഡാഷ് ഈക്വൽ ടു പി കിട്ടും. അതായത് പി എന്നുള്ള ഒരു നമ്പർ ആണെങ്കിൽ അതിന്റെ ട്രാൻസ്പോസ് എടുത്താലും നമുക്ക് പി എന്നെ കിട്ടുകയാണെങ്കിൽ അത് സിമെട്രിക് ആണ്. ഇനി ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്താൽ അത് മൈനസ് ആണ് വരുന്നതെങ്കിൽ അതെന്താണ്? സ്ക്യൂ സിമെട്രിക് ആണ്. അപ്പൊ നമുക്ക് ഇതിനെ ഈ എ എന്നുള്ള മെട്രിക്സിനെ സം ഓഫ് ദ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിട്ട് എഴുതണം. അതിനു വേണ്ടി നമുക്കറിയാം എ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് കാണും. ഇവിടെ ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസിന്റെ നമ്മൾ പി എന്ന് പറയുന്നത്, ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസിന് നമ്മൾ ക്യൂ എന്ന് പറയുന്നത്. അപ്പൊ പി പ്ലസ് ക്യൂ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എ എന്നുള്ള മെട്രിക്സ് കിട്ടണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എ എന്നുള്ള മെട്രിക്സ് ഉണ്ട്, നമുക്ക് അതിന്റെ ട്രാൻസ്പോസ് എടുക്കാം. എ ട്രാൻസ്പോസ് ഈക്വൽ 5 എന്നുള്ള റോന് നമ്മൾ കോൾ ആയിട്ട് എഴുതി 3 5 1 -1. നെക്സ്റ്റ് കണ്ടുപിടിക്കാം. എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ഈ എ എന്നുള്ള മെട്രിക്സും എ ട്രാൻസ്പോസ് എന്നുള്ള മെട്രിക്സും നമ്മൾ ആഡ് ചെയ്യാം. 3 + 3 6 5 + 1 6 1 + 5 6 -1 -1 -2 ഹാഫ് ആണ്. ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 6 6 6 -2 that is equal to 6/2 3 6/2 3 3 -2/2 -1 3 3 -1 എന്ന് കിട്ടി. നെക്സ്റ്റ് നമ്മള് ഈ ഇപ്പൊ നമ്മൾ കണ്ടിരിക്കുന്നതിനെ പി എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ പിന്റെ ട്രാൻസ്പോസ് കാണാം. പിന്നെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ കിട്ടിയ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കാണാം. അതായത് അതിനെ നമ്മൾ ട്രാൻസ്പോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ 3 3 -1 എന്ന് കിട്ടും. അപ്പൊ പിന്റെ ട്രാൻസ്പോസ് കണ്ടപ്പോൾ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടിയത്? പി. സോ നമുക്ക് എന്ത് പറയാം? പി ഈസ് സിമെട്രിക് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇത് സ്ക്യൂ സിമെട്രിക് ആണോ എന്നാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എ മൈനസ് എ ട്രാൻസ്പോസ് കാണുക, അതിന്റെ ഹാഫ് എടുക്കുക, അത് നെഗറ്റീവ് ആണ്. ട്രാൻസ്പോസ് എടുത്താൽ നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ അത് സ്ക്യൂ സിമെട്രിക് ആണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആദ്യം എ മൈനസ് എ ട്രാൻസ്പോസ് കാണാം. അപ്പം എ എന്നുള്ള മെട്രിക്സ് 3 5 1 -1 മൈനസ് എ ട്രാൻസ്പോസ് 3 1 5 -1. ഇത് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യാം. സബ്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് 3 - 3 0 5 - 1 4 1 - 5 -1 -4 -1 -1 അത് നമുക്ക് 0 എന്ന് കിട്ടും. നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ ഹാഫ് എടുക്കുക. ഹാഫ് ഇൻറ്റു എ മൈനസ് എ പ്ലസ്, അതായത് ഹാഫ് ഇൻറ്റു 0 4 -4 0 that is equal to 0 4/2 2 -4/2 -2 0 എന്ന് കിട്ടി. നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഇതിന് ക്യൂ എന്ന് പേര് കൊടുക്കുക. അതായത് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസിനെ ക്യൂ എന്ന് പേര് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കണം. ക്യൂ ഡാഷ് എടുത്ത് നോക്കാം. ക്യൂ ഡാഷ് ഈക്വൽ ടു ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന 0 2 -2 0 എന്നുള്ളതിന്റെ ട്രാൻസ്പോസ് എടുത്തിട്ടുണ്ടെങ്കിൽ 0 2 -2 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ, നമുക്കറിയാം ഇവിടെ നെഗറ്റീവിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ നെഗറ്റീവിനെ പുറത്തേക്ക് എടുക്കുക. നമുക്ക് കിട്ടുന്ന വാല്യൂ 0 2 -2 0 എന്നാണ്. അപ്പൊ ഇവിടെ നോക്കാം, നമുക്ക് കിട്ടിയിരിക്കുന്ന ക്യൂ തന്നെയാണ് ഇത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ക്യൂ ഡാഷ് ഈക്വൽ ടു -q. നേരത്തെ പറഞ്ഞു ക്യൂ ഡാഷ് ഈക്വൽ ടു -q കിട്ടുകയാണെങ്കിൽ ക്യൂവിനെ നമുക്ക് എന്ത് പറയാം? സ്ക്യൂ സിമെട്രിക് ആണെന്ന് പറയാം. സോ ക്യൂ ഈസ്
സ്ക്യൂ സിമെട്രിക് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു, സ്ക്യൂ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ സമ്മ് എ ആണെന്ന് പ്രൂവ് ചെയ്യണം. therefore p plus q equal to നമുക്ക് കിട്ടിയിരിക്കുന്ന p എടുത്ത് എഴുതാം 3 3 3 minus 1 plus q ന്റെ വാല്യൂ എന്താണ് 0 2 minus 2 0. രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 5 3 minus 1 3 minus 2 1 minus 1 plus 0 minus 1. അതായത് 3 5 1 minus 1 എന്ന് കിട്ടി. അത് തന്നെയാണ് നമുക്ക് എന്തുള്ളത് a ആയിട്ട് കിട്ടിയത്. നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? നമ്മൾ p plus q നെ a എന്നുള്ളത് സം ഓഫ് p plus q equal to a ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഇതേപോലെ ഇപ്പൊ 2x2 മെട്രിക്സ് ആണ് ഞാൻ തന്നിരിക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ എന്തും കണ്ടുപിടിക്കേണ്ടി വരും. 3x3 മെട്രിക്സിന്റെ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്കിന്റെ സമ്മ് a ആണെന്ന് തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ.